ഡ്രൈനേജ് സംവിധാനം ക്ലിയർ അല്ലാത്ത അതാണ് അതിന്റെ സത്യം. ചേച്ചി ഇപ്പൊ ഇവിടെ നിങ്ങളിപ്പോ ഓഫീസിനകത്ത് പെട്ടുപോയോ? അതെ പെട്ടുപോയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവും? എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇതിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല? പരിഹാരം ഇല്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്നാലും ഇവിടെ വീടുകൾക്കാണ് കൂടുതൽ പ്രശ്നം. എല്ലാ വീടുകളിലും കയറി നന്നായിട്ട് ഇതായിരിക്കുകയാണ്. ആകെ എല്ലാ സാധനങ്ങളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ, ഒരു സുരക്ഷയും ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ ഈ പരിസരത്തെ വീടുകളിലുള്ള ആളുകൾ താമസിക്കുന്ന. ഒരു അപ്പൂപ്പൻ അവിടെ വന്നു നിൽക്കുന്നുണ്ട്. ഈ എല്ലാ കാലത്തും മഴക്കാലത്ത് ശക്തമായ മഴ തൃശ്ശൂരിൽ പെയ്താൽ ഒരു സംശയം വേണ്ട, ആദ്യത്തെ പ്രതിഫലനം വരുന്നത് അശ്വിനി പ്രദേശത്തെ ഈ വീടുകൾ താഴോട്ട് വെള്ളമാണ്. പ്രായമായ മനുഷ്യരാണ്. കുഴിയുണ്ടെന്നാ പറയുന്നത്. സൂക്ഷിച്ചു മതിയിട്ടാ. ഭയങ്കര മഴയാണ്. വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി കട്ടലിൽ നനയാറായി. കട്ടൽ കഴിഞ്ഞ പ്രാവശ്യം കയറിയപ്പോൾ കട്ടൽ നനഞ്ഞ് കടക്കൊക്കെ പോയി. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്, ഭക്ഷണം എത്തിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വൈദ്യുതി കൂടി പോകുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ നാം നേരത്തെ തന്നെ ആ വീട്ടിൽ വൈദ്യുതി വിളക്കുകൾ ഓഫ് ചെയ്യണമെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. പോലീസൊക്കെ വരുന്നുണ്ട്, ഹെൽമെറ്റൊക്കെ വെച്ച്. ഏകദേശം ആ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അരയ്ക്ക് അടുത്തേക്ക് എത്താറായിരിക്കുന്നു വെള്ളം. ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള ക്രമീകരണം കൂടി ഒന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം, പോലീസിനോട് കൂടി പറയാം. മാത്രമല്ല ആ ചേട്ടനെ വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാവുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? ഭക്ഷണം കിട്ടിയോ? ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവരാം കേട്ടോ. വാങ്ങിച്ചു കൊണ്ടുവരാം. നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അരുൺകുമാർ. ഇപ്പോൾ ഇത് ജസ്റ്റ് ഈ ലൈവ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആൾക്ക് ഭക്ഷണം. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഭക്ഷണം എത്ര പേരുണ്ട്? ഭാര്യ, മരുമകള്, കുട്ടികൾ, പിന്നെ മോൻ 2 പേര്, 5 പേരുണ്ട്. അത് നിങ്ങൾ എത്തിക്കുമോ? പോലീസ് എത്തിക്കും. ഇപ്പോൾ അരുൺകുമാർ നാം എത്തിക്കാറ്. അപ്പോൾ പോലീസ് എത്തിക്കാമെന്നാണ് പറഞ്ഞത്. 5ഓളം പേരുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. നാം ഇത് അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞ് എത്തിക്കാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പോലീസ് വന്ന് അവർ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. ഈ ഭാഗത്തേക്ക് പെട്ടെന്ന് 7 മണിക്കാണ് മഴ പെയ്തത്, മഴ തുടങ്ങിയത്. പക്ഷേ പെട്ടെന്ന് തന്നെ അതിതീവ്രമായ എന്ന് പറയേണ്ടി വരും. അല്ലാതെ ഇത്രയും പെട്ടെന്ന് ഇത്രയധികം സൂക്ഷിച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യുക. ജെയ്സൺ, എന്തായാലും അവിടേക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലാണ് ഈ പോലീസുകാരെ പോലുള്ളവരൊക്കെ വളരെ ബുദ്ധിമുട്ടി അവിടേക്ക് എത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇപ്പോൾ വീട് ഏകദേശം പാതിയോളം മുങ്ങി നിൽക്കുന്ന ചില വീടുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വീടിൻ്റെ കൊലായിലും വീടിൻ്റെ ഉമ്മറപ്പടിയിലും വീടിനുള്ളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. തൃശ്ശൂരിൽ അശ്വിനി ഹോസ്പിറ്റലിനും തൊട്ടടുത്തുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഒരു ഭാഗത്ത് നിറയെ ആൾക്കാർ ഇതാ വീടിനുള്ളിലാണ് നിൽക്കുന്നത്. അതാണ് അവസ്ഥ. നോക്കി, ഇത്രയും വെള്ളം കയറി എന്നുള്ളതാണ്. കട്ടിലൊക്കെ പോയി, കട്ടിലും മെത്തയിലും ഒക്കെ വെള്ളം കയറി കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. അടുക്കളയിലും ശുചിമുറിയിലും ടോയ്ലറ്റിലും ഒക്കെ രാവിലെയാണ്. ഇവർക്ക് ശുചിമുറികളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നോക്കൂ, ഈ ഇലക്ട്രിക് ഉപകരണങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എല്ലാം ഒന്ന് ഓഫ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. എനിക്കൊന്ന് നമ്മളുടെ വാർത്താസംഘം അടക്കം അവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. ഇവരോട് പറയണം, കാര്യം ഇലക്ട്രിസിറ്റി അവിടെ ഓഫ് ചെയ്യുക. കാര്യം പല സമയങ്ങളിലും ഈ സോക്കറ്റുകളൊക്കെ താഴെ വെച്ചേക്കുന്നവരുണ്ടാവും. അതിലെല്ലാം വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഷോക്കാവാനുള്ള സാധ്യതയുണ്ട് വെള്ളത്തിലെല്ലാം. അപ്പോൾ കരുതി തന്നെ ഇരിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരും.